പൂച്ചമ്മയുടെ മേലെ പൂച്ചക്കുട്ടി കയറി ഇങ്ങനെ രാവിലെ കിടക്കും. അതുപോലെ പറയല്ല അടയ്ക്കുന്ന ഓപ്പറേഷനുള്ള ദിവസം. നിന്റെ ഒരു സ്നേഹം എന്ന് പറഞ്ഞോണ്ടല്ലോ ഇതാണ്. ഇവിടേക്ക് എത്തണ്ടാ, ഇവിടേക്ക് എത്തണ്ട. രണ്ടാളും ബോധം കടത്താളം മരുന്ന് കുത്താനുള്ള സാധനം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടി ഗോൾഡാ വണ്ടി ഓടിക്കുന്നത്. പിന്നെ വലിയ മേഡം ഇവിടെ ഇരിപ്പുണ്ട്. അകമേ നിറഞ്ഞ സ്നേഹമാം മാധുര്യം ഒരു വാക്കിനായി തൊട്ടു ഞാൻ നൽകിയില്ല. എങ്കിലും നീ അറിഞ്ഞു ഞാൻ നിന്നെ തഴുകുന്നു. ഞാൻ ഒരു ചെമ്പനീർ പൂവിറുത്തു ഞാനോ മലേ ഒരു വേള നിന്നേർക്കു നീറ്റിയില്ല. കിര 7:30. How are you now? അതാണ് നീ എനിക്ക് നടന്നേ. താഴേക്ക് പോയി ഒരു വെള്ളം കുടിക്കുന്ന സൗണ്ടൊക്കെ കേട്ടില്ല. ഹേയ് കുണ്ടപ്സ്. ആരൊക്കെ രാത്രി കഴിഞ്ഞിട്ട് ഞാനും എനിക്ക് കുറേ നേരം ഇതായിട്ടിരുന്നു. താങ്ക് യു. ഉറക്കത്തിലുള്ള ആരണ്ടാ താങ്ക് യു പറഞ്ഞ് ഞാനില്ലാണ്ട് ഇവിടെ. ശരി, ഇതിപ്പോൾ എടുത്തിട്ട് ഇങ്ങനെ എടുക്കാനാ? അയ്യോ അതിനോർക്കും മതിയായിട്ടില്ലടേ. അത് എടുക്കാനല്ല. ഡമ്മിതാ. ഡമ്മി എവിടെ? നിന്റെ ഡമ്മി എവിടെ പോയാ? താങ്ക് യു അമ്മ. അപ്പം നീ ജോലിക്ക് പോകണില്ലേ? ഞാൻ വർക്ക് ഫ്രം ഹോം ചെയ്തിട്ട്, പക്ഷെ എനിക്ക് ലാപ്ടോപ്പും കൊണ്ട് പോകണം എപ്പോഴേലും. പൂച്ചക്കുട്ടികളുടെ മേലെ പൂച്ചമ്മയുടെ മേലെ പൂച്ചക്കുട്ടി കയറി ഇങ്ങനെ രാവിലെ കിടക്കും. അതുപോലെ പറയല്ല ഡാഡന്റെ മേലെ പോയില്ലേ അപ്പൊ? മോളെ എണിച്ചിട്ടേ കൊക്കുറിനി പോയി കിടക്കണ്ടേ? കൊക്കുറിനി ബാ, കൊക്കുറിനിയെ പോവാ. ഗെറ്റ് റെഡി. ഡാഡയ്ക്കുന്ന ഓപ്പറേഷനുള്ള ദിവസം. കുട്ടി പാട്ടൊക്കെ പാടും. പാടിയറാ. പാടിയേ. അവള് പാട്ടല്ല കേട്ടോ, അത് കാറാങ്കോഴി. അത് നിന്റെ മുഖം കാണാൻ നല്ല രസം. ആ ഗ്രേ ഉടുപ്പും ഇതും കറുത്ത ഷോർട്ട്സും ഇന്ന് രാവിലെ നല്ല മാച്ചിങ്. നിനക്ക് നല്ല പ്ലസന്റ് ഫേസ്. ആ ശബ്ദം മാത്രം നൈസ് സോങ് ഉണ്ട്, നൈസ് സോങ് ഉണ്ട്. ഞാൻ ഇന്നലെ എന്തോ ഒരു നേരം കഴിഞ്ഞിട്ടൊന്ന് ഉറങ്ങിയെന്നറിയാം. എന്താ? എനിക്ക് ഉറങ്ങാനൊന്നും പറ്റണില്ലായിരുന്നു. എന്നിട്ട് ഉറങ്ങി എപ്പോഴോ ഇവരാരേണ്ട ഭയങ്കര ഒച്ചയിട്ടപ്പോഴാണ് ഞാൻ എണീറ്റ്. അന്നേരമാണ് പനി. അപ്പം നല്ലവണ്ണം പനി ഉണ്ടായിരുന്നോ? കൊണ്ട് ഇത്ര ദിവസമായി. എന്തോരം വലിയ അമൃത ചെറ്റപ്പ് ഇത് വലിക്കണ എന്നാ വിചാരം? എന്ത് പ്ലീ പ്ലീ ചെയ്യുന്നോ? നല്ല മുടി കേട്ടാ, കുട്ടിയുടെ മുടി നൈസ് ആയിട്ടുണ്ട് കേട്ടോ ഫ്രണ്ടിലൊക്കെ. വാട്ടത് അത് കേട്ടേ, വാട്ടത് അല്ലേ? വാട്ട് അത് കൊള്ളായിരുന്നു കേട്ടോ ചോദിച്ചത്. മലയാളത്തിൽ ഇംഗ്ലീഷ് പറയുള്ളൂ. നമ്മളത് പക്ക അത്രയ്ക്കധികം ഇന്ത്യ സ്നേഹികളാ. വാട്ട് എസ്മേ വാട്ട് അപ്പക. അപ്പൊ അത് അവിടെ ഇരിക്കുന്ന കുട്ടിക്ക് ഇവിടെ സാധനം കാണണില്ലേ? ഇല്ലേ? ആരാ പറഞ്ഞു കുട്ടികളുടെ മുഖത്ത് ഇങ്ങനെ ആക്കല്ലേന്ന്? അവർക്ക് കാണുമ്പോൾ സങ്കടം വരുമെന്ന്. ഞങ്ങൾക്ക് സങ്കടം തന്നെ കുറെ കാര്യങ്ങളുണ്ടാവും. ഞങ്ങളുടെ സങ്കടം മാറ്റാനല്ല, ഞങ്ങളുടെ സങ്കടം മാറ്റാനല്ല ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. ഹായ്, അവർക്ക് സങ്കടം ഒരൊറ്റ സങ്കടം മൊത്തം. ഇവിടെ സങ്കടം മാറ്റാൻ നീ ഇരിക്കണേ? നീ ഒരു ദൈവ സങ്കടം മാറ്റിയ? അത്രയ്ക്ക് സങ്കടമുള്ള ആൾക്കാർ ഇങ്ങോട്ട് പായ്യ. എന്നിട്ട് ഞങ്ങൾക്ക് ഒരു ദിവസം ഗ്യാപ്പതാ ഇവിടെ വന്നിട്ട് കുട്ടികളെയൊക്കെ നോക്കി ഇവരുടെ മുഖത്ത് കവളത്ത് ഉമ്മയൊക്കെ വെച്ചിട്ട് ഇരുന്നോളെ. ഒരു കുഴപ്പമില്ല. നിങ്ങൾക്കുണ്ടേ കുഴപ്പം? ഇങ്ങോട്ട് വരിക, പിക്കറ്റൊക്കെ എടുത്തിട്ട് വരണേട്ടാ. അത് ഞാൻ നിന്നോട് ചോദിക്കരുത്. നിങ്ങൾക്കല്ലേ സങ്കടം ഉള്ളത്? സങ്കടം മാറ്റാനായിട്ട് ഇങ്ങോട്ട് വരിക, ഇറേനെ അച്ഛമേനെ ഉമ്മ വയ്ക്കുക, അവിടെ ഇരിക്കുക, എടുക്കുക. എന്നിട്ട് ഞങ്ങളോട് പറയാം നവീനും ഭാര്യ ഒരു കാര്യം ചെയ്യാൻ ഇത്രയും കാലമായിട്ട് നിങ്ങൾ കുട്ടികളെയൊക്കെ ഇങ്ങനെ നോക്കല്ലേ, നിങ്ങളൊരു ട്രിപ്പ് പോയിട്ട് പോയോ എന്നൊക്കെ പറയേ. വെറുതെ സങ്കടം മെസ്സേജ് ആർക്കാൻ പറ്റത്തെ അല്ലേ? അവളുടെ അത്ര ഞാൻ അങ്ങനെ ചെയ്യണം. എനിക്ക് സങ്കടം വരുമ്പോൾ ഞാൻ അങ്ങോട്ട് ട്രിപ്പ് പോവും അല്ലേ? പക്ഷെ എനിക്ക് ഏറ്റവും സങ്കടം ഇവിടെ ഇല്ലാത്തതാ. അപ്പോൾ ഞാൻ തിരിച്ചു വരും പെട്ടെന്ന് തന്നെ അല്ലേ?
അവൾക്ക് അറിയാട്ടാ, അവളത് പിടിച്ചിട്ട് വലിച്ചിട്ട് നോക്കുക. അത് നിനക്ക് അത് പറ്റില്ലേ? അതെടുത്താ പറ്റില്ലേ? നീ അതെടുത്തോ? അതെടുത്തോ? അതേടേ എടുക്കണേ. ഇതേടേ ഇതേടേ. അമ്മയുടെ പോലെ കാല് വെച്ചിട്ട് കുറെ അഭ്യാസം കാണിക്കുന്നുണ്ട്. 3, 2, 1 ബൈ. മാറ്റി സാധനം മാറ്റി ബൈ ആക്കി. രണ്ടുപേരുടെയും മുടി അമ്മ ഒരേപോലെ കെട്ടിയിട്ടില്ല. ആദ്യമായിട്ടല്ലേ വെള്ള മുടി ഇങ്ങനെ രണ്ടെണ്ണം കെട്ടണേ. നൈസ് ആയിട്ടുണ്ട് കേട്ടാ. ഏറമേരെ മുടി വലുതായി, അച്ഛമ്മന്റെ മുടി വലുതായി. ഓക്കെ, ലെറ്റ്സ് ഗോ നൗ. ഗോ. ഇതാണ് നിന്റെ ഒരു സ്നേഹം എന്ന് പറഞ്ഞോണ്ടല്ലോ. ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് എനിക്കൊരു ഓപ്പറേഷൻ അല്ല, ഒരു പ്രൊസീജിയറാണ്. എനിക്കിന്ന് കൊളോണോസ്കോപ്പി ഉണ്ട്. അതിനുള്ള പ്രെപ്പാണ്. ഞാൻ നാട്ടിലൊരു തവണ ഇതുപോലെ കൊളോണോസ്കോപ്പി ചെയ്തിട്ടുണ്ട്. ആ കൊളോണോസ്കോപ്പി ചെയ്യുമ്പോൾ നാട്ടിലെ എനിമ തരുമായിരുന്നു. അതിന് വരെ നമുക്കിന്ന് ഇവിടെ ഇങ്ങനത്തെ ഒരു പ്രെപ്പാ. ഇന്നലെ തുടങ്ങിയതാണ് ഭക്ഷണം. ഇന്നലെ രാവിലെ 9 മണിക്കാണ് ലാസ്റ്റ് മീൽ കഴിച്ചത്. ഇതാണ് ഇവിടുത്തെ കൊളോണോസ്കോപ്പി ചെയ്യുന്നതിന് മുന്നുള്ള പ്രൊസീജിയർ ആട്ടോ. 3 ദിവസം മുന്നേ ലോ ഫൈബർ സ്റ്റാർട്ട് ചെയ്യുക, ഇറച്ചി മീനൊക്കെ കുറയ്ക്കുക, പിന്നെ കുറേ പൊടികളുണ്ട്. അപ്പോൾ ഇന്നലെ ഒരുപാട് തവണ ടോയ്ലറ്റിൽ പോയിട്ട് വയറൊക്കെ നന്നായിട്ട് എംറ്റി ആയി. ഭക്ഷണം കഴിക്കാൻ പാടില്ല. എന്താ ഇതാണ് ഇനി ലാസ്റ്റ് ഡ്രിങ്ക് കേട്ടോ. ഇത് നല്ല ടേസ്റ്റുള്ള ഡ്രിങ്കാണ്. സിട്രിക് ആസിഡൊക്കെ ലൈം ജ്യൂസ് പോലെ ഉണ്ടാവും. നല്ലൊരു കോക്ടെയിലൊക്കെ കുടിക്കാൻ പോലെ കേട്ടോ. വെള്ള കളറിലിരിക്കുന്ന പൊടി ഓറഞ്ചിൻ്റെ ഫ്ലേവർ ആകുമ്പോൾ എന്തോ ഒരു അഭംഗി അല്ലേ? പുളി എന്ന് പറഞ്ഞാണല്ലോ പൊളി. മിഞ്ഞാന്ന് ആരാ മോട്ടർ തന്നെ? ഓക്കെ, വാട്ട് ഇസ് പുയി നല്ല വെച്ചിട്ടാണ് ഇവിടെ വന്നത്. എനിക്കറിയില്ല. ഇവിടെ ഒന്നും നീ കരഞ്ഞിട്ടുണ്ട്. വേണേ അവിടെ രണ്ടാമതൊന്നും തരില്ല കേട്ടാ. ഗുഡ് മോട്ടർ മാമ. നോ നോ, സിറ്റ് ഡൗൺ പ്ലീസ്. ആയിരുമ്മ മാമ കഴിക്കുമ്പോൾ സ്കൂളിൽ സിറ്റ് ഡൗണിൽ നിന്ന് എണീക്കാൻ പാടില്ലല്ലോ. ഇനി നമ്മളെ കൊത്തി സ്വഭാവങ്ങളൊന്നും നമ്മൾക്ക് പഴയ ബാച്ചിലേക്ക് നമുക്ക് കൊത്തി സ്വഭാവത്തിലേക്ക് പോകാൻ പറ്റില്ല. ഞാനാ നാൻഡി, വാട്ട് ഈസ് നാൻഡി? നോ നോ നോ, അവിടെ ഇരുന്നാൽ മതി. എനിക്ക് കിടക്കാൻ പറ്റില്ല നമുക്ക്. നോ, വേണമെങ്കിൽ ഫുഡ് വേണമെങ്കിൽ കഴിച്ചാൽ മതി. ഓക്കെ, ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. മുടിയൊക്കെ കയറിയിട്ട് പഴയ മറ്റേ ഇവരെ പോലെ ഉണ്ടല്ലോ, ചെറിയ മറ്റേ മഞ്ജു വാര്യരുടെ പോലെ ഉണ്ട് ഇങ്ങനെ ഉടുപ്പൊക്കെ ഇട്ടിട്ട്. ഇത് എവിടെ നിന്ന് ഈ ഉടുപ്പ് കിട്ടിയേ? പാറുവിൻ്റെ ആണോ? ഓ, താങ്ക് യു പാറു. പാറുവിൻ്റെ ചെറുപ്പത്തിലെ പോലെ തന്നെ എനിക്ക് ഓർമ്മയും വരുന്നുണ്ട്. ഇത് പാറു ഇങ്ങനത്തെ ഒരു ഉടുപ്പിട്ട് നടക്കുന്നത്. പാറുവിൻ്റെ എല്ലാ ഉടുപ്പും നിനക്ക് പാകായിരിക്കും കേട്ടോ. പാറുവിനെ ഒന്ന് ഫോൺ വിളിച്ച് പറഞ്ഞേക്ക്. ഓരോന്ന് കഴിയുമ്പോൾ ആ ബാച്ചിലുള്ള ഉടുപ്പുകൾ എടുത്ത് വെച്ചോളെ. എന്താ കള്ളു കുടിച്ചിട്ടാണോ വരണേ? ഇത് കാണിച്ചാൽ ഞാൻ വളരെ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോയതാ. വാ പോവാ നമുക്ക്. വാ എസ്മേ. വാ. ബാക്കിലൊരു പൊതി കെട്ടി വെക്കണോ? ഇത് വെക്കാം. വാ എസ്മേ. വാ ഇവിടെ വന്നിട്ട് ഇരുന്നിട്ട് ഈ കാല് ഒരിക്കലും ഇവൾക്ക് മുട്ടിന് കംപ്ലൈന്റ് വരില്ല കേട്ടോ. കാരണം എക്സസൈസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ മുട്ട് ഇങ്ങനെ സെറ്റാക്കിയിട്ടേ ഇങ്ങനെ നടക്കുള്ളൂ. ഇതെന്ത് ഈ ഒരു കൈ മാത്രം ഇങ്ങനെ, ഈ കൈ മാത്രം എന്തിങ്ങനെ പോണേ? ബാത്തു പോണു. ബാത്തു ഒറ്റപ്പല്ലി. നീ എന്താ ഇവിടെ? അയ്യോ അയ്യോ ഈശ്വര ഭഗവാനേ. അയ്യോ, എനിക്കിങ്ങനെ കഷ്ടത്തിൻ്റെ ഇടയിൽ കയറിയിരിക്കും ഭയങ്കര ഇഷ്ടമായി. അയ്യോ, എന്നെ നോക്കണത് നീ ഇപ്പൊ രാവിലെ ഇട്ടിട്ട് ഇത്ര നേരമായിട്ട് വന്നിട്ടില്ല. ഇതന്നെ ലഞ്ച് നിനക്കാരെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്? ഇതന്നെ ഉണ്ടേ പറയണേ. ഡാഡനെ എന്തിനാ നോക്കണേന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് മാത്രം ഒരു ദിവസം മറന്ന് കാണാനേ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു ദിവസം ഈ ചോക്ലേറ്റ് എടുക്കുന്നത് മറക്കണ് കാണാനേ. ഒരു ദിവസം അയ്യോ ഞാൻ ചോക്ലേറ്റ് എടുക്കാൻ മറന്നു എന്ന് പറയണ ഒരു ദിവസം കാണാനാക്കി കൊതിയേറ്റാ. ഇവിടേക്ക് എത്തണ്ട കേട്ടാ, ഇവിടേക്ക് എത്തണ്ട രണ്ടാളും. ഗോഡേ ഇപ്പൊ വീഴും. എൻ്റെ കുണ്ടിക്ക് കനം കൂടുതല ലേശം. നല്ല തണുപ്പുണ്ടെന്ന് പുറത്ത്. എവിടേക്ക് പറക്കണേ? പൊക്കോളെ. ഓ മൈ ഗോഷ്, തണുക്കണൊന്നുമില്ലണാവോ? കാല് തണുത്തിട്ട് കോൺക്രീറ്റിൽ കാല് തണുത്തിട്ടേ. വാട ഇവിടെ നിങ്ങളെന്താ ലേറ്റ്? ഇറക്കി അവിടെ നിന്ന് ഇങ്ങോട്ട് ആ വര ഇങ്ങോട്ട് കിടക്കാൻ പറ്റാണ്ട് അവിടെ നിന്ന് തിരികെ കേട്ടോ.
എടാ പിങ്ങ നീ വാടാ. എടാ എത്ര നേരമായിടാ. You took more than half an hour to get ready. നല്ല ബ്യൂട്ടിഫുൾ ഡേ ആട്ടാ. കണ്ട സ്കൈ, ക്ലീൻ സ്കൈ, നല്ല തണുപ്പുണ്ട്. പക്ഷെ ഇന്ന് ഗുഡ് മോർണിംഗ് റാന്നി, മോർണിംഗ് കൊണയാടി വിത്ത് ദ ടീം ബൂംബാങ്. And happy to be here today. 7 degrees centigrade in Auckland. A beautiful sunny blossom day. And happy Independence Day. Actually ഇന്ന് 15 അല്ല, ഇന്ന് 17 ആയി. പക്ഷെ 15th അന്ന് സാറ്റർഡേ കാരണം എത്ര വർഷമായിന്നറിയോ? എത്രയാ? I don't know. 47, 70, 80. Yeah. So yeah. അപ്പൊ ഇന്ന് റാന്നീനെ പറയുമെന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ആരാന്നറിയില്ല. പക്ഷെ റാന്നി കോന്നി ഞാൻ വന്നിട്ടുള്ള സ്ഥലമാണ്. എൻ്റെ കൂട്ടുകാരൻ്റെ ഒരു വീടുണ്ട് കോന്നിയിലല്ല, റാന്നിയിൽ. അങ്ങനെ അവിടെ കോന്നിയിലൊക്കെ വന്നിട്ട് ആനക്കൊട്ടിലും അങ്ങനെയൊക്കെ കണ്ട് ഞങ്ങൾ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഒരു ഓർമ്മയുണ്ട്. പിന്നെ സനു, റിൻസ്, ഇവർ രണ്ടുപേരാണ് നമുക്ക് ആ ഭാഗത്തു നിന്നുള്ള കൂട്ടുകാരന്മാര്. പിന്നെ ജിനോയി അവിടെ നിന്ന് തോന്നുന്നു അല്ലേ? ജിനോയി അവിടെ നിന്ന്. ഓക്കെ, സോ ദാറ്റ്സ് എ ലിറ്റിൽ സ്റ്റോറി അബൌട്ട് റാന്നി. So school view guys, enjoy the school kids crossing. I deliberately stop here. Sorry, അവര് നമുക്ക് നിർത്തി തന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കൂളുകളിൽ കുട്ടികൾ ക്രോസ് ചെയ്യുന്നത് കാണിച്ചു തരായിരുന്നു. അവര് നിർത്തി തന്നില്ല. അവര് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചില്ല. നമ്മളെ സ്റ്റോപ്പ് ചെയ്യിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന കുടുംബം. പക്ഷെ ബ്യൂട്ടിഫുൾ ക്ലീൻ സ്കൈ ആണ് കേട്ടാ. ബ്യൂട്ടിഫുൾ. യോ ഹാവ് എ ഗുഡ് ഇൻഡിപെൻഡൻസ് ഡേ. യു ലുക്ക് പ്രിറ്റി ഇൻ go. Okay, then go. മുന്നോട്ട് പോകാനുള്ള Sally, you're right. Don't get fussy. So good. Okay, have a good one, eh? Bye. Bye. കിട്ടാ മതി. Bye. അജ്മാ, ഫെവിക്കോൾ പല്ല് വെച്ചായിരുന്നാ? അമ്മ മറ്റേ കടയിലേക്ക് പണ്ട് മറ്റേ തുണിയും സാരിയൊക്കെ മേടിച്ചിട്ട് പോണ പോലെ കല്യാണ ബാഗ് പിടിച്ചിട്ടാണല്ലോ പോണ പോലെ. പിള്ളേരിനെയൊക്കെ ഡ്രോപ്പ് ചെയ്തു. പിന്നെ നമ്മുടെ ഇന്നത്തെ പ്രൊസീജിയർ എന്ന് ഞാൻ പറഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല, ഞാനൊരു 2 മാസം മുന്നേ, മേ ബി ലൈക്ക് ഒരു 6 weeks ago, ഞാൻ ടോയ്ലറ്റിൽ പോയി ബ്ലഡ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ പോയി ഡോക്ടറെ കണ്ടു. ഡോക്ടർ ഇങ്ങനെ എന്തൊക്കെയാ നോക്കിയിട്ട് കുറേ ടെസ്റ്റ് എന്തൊക്കെയോ ചെയ്തു നോക്കി, എന്തിനാ ഫിറ്റ് ടെസ്റ്റും അങ്ങനെയൊക്കെ ചെയ്തു. അതിലൊന്നും വലിയ കാര്യമായിട്ട് എന്താണെന്ന് അവർ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കൊളോണോസ്കോപ്പിക്ക് എഴുതി അവർ. അപ്പോൾ എനിക്കിന്ന് കൊളോണോസ്കോപ്പിയാണ്. വൈ ദർ ഇസ് എ ബ്ലഡ് ഇൻ മൈ സ്റ്റൂൾ, അതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് പല തവണയും അത് കൂടുതലായിട്ട് വന്നു. അപ്പോൾ ഞാൻ ഇടയിൽ വെച്ചിട്ട് വീണ്ടും ഡോക്ടറെ കാണാൻ വേണ്ടി പോയി. അപ്പോൾ ഡോക്ടർ അത് രണ്ടാമത് പോയി കണ്ടത് ഡോക്ടർ ഞാൻ എന്നും കാണുന്ന ഡോക്ടറാണ്. ഐ ഫീൽ മച്ച് കംഫർട്ടബിൾ വിത്തും. അപ്പോൾ പുള്ളിയോട് പുള്ളി അത് കുഴപ്പം, ഇത് ലുക്സ് ലൈക്ക് ഹെമറോയിഡ്സ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ എന്താ പറയുക, ഇതൊക്കെ നോക്കിയിട്ട് ഹെമറോയിഡ്സ് പോലെ. അത് ഫാമിലിയിൽ ആർക്കെങ്കിലും അങ്ങനെ, ഞാൻ പറഞ്ഞു എനിക്കങ്ങനെ ഫാമിലിയിൽ ആർക്കും അങ്ങനെ ഒരു സംഗതി ഇല്ല, എന്താണെന്നറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് എന്തായിരിക്കും ഇങ്ങനെ വരാനുള്ളൊരു സാഹചര്യം പറഞ്ഞു ഇങ്ങനെ നമ്മൾ വളരെ മുക്കിയൊക്കെ അപ്പ് ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ അങ്ങനെ വരും. അതല്ല വെച്ചെങ്കിൽ ഇഫ് യു ലിഫ്റ്റ് ഹെവി അങ്ങനെ വരും. അപ്പം ഞാൻ മുക്കി അപ്പ് ഇടുന്ന ഒരാളല്ല, ഓക്കെയാണ് എൻ്റെ ഇതൊക്കെ ബവൽ മോഷനൊക്കെ. അപ്പോഴാണ് ഞാനൊരു കാര്യം ആലോചിച്ചത്. നമ്മൾ കഴിഞ്ഞ ഒരു 2 മാസമായിട്ട് ശരിക്കും പറഞ്ഞാൽ എവറി ഡേ 50 to 85 kg ഡെഡ് ലിഫ്റ്റ് ചെയ്യുമായിരുന്നു, എവറി സിംഗിൾ ഡേ. വിച്ച് ഈസ് നമ്മൾ സാധാരണ ഡെഡ് ലിഫ്റ്റ് ചെയ്യുന്നതിനേക്കാളും റേഷ്യോ കൂടുതലാണ് ലിഫ്റ്റിംഗ് ഹെവി വിത്ത് ലെഗ് വർക്കൗട്ട്സ്. അപ്പോൾ ഞാൻ ആക്ച്വലി പ്രിങ്ങൂനെ എൻകറേജ് ചെയ്യാനും പിന്നെ നമുക്ക് ബാക്കിനും ഒരു എക്സസൈസ് എക്സ്ട്രാ ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ ഓൾ ഓഫ് സഡൻ പെട്ടെന്ന് ഒരു റേസാണ് ഉണ്ടായത്. അപ്പോൾ ദാറ്റ് കുഡ് ബി വൺ റീസൺ. ഇറ്റ്സ് ടു മച്ച് പ്രഷർ, അബ്ഡോമിനൽ പ്രഷർ കമ്മിങ്, ദെൻ ദിസ് വെയിൻ ക്യാൻ പോപ്പ് ഔട്ട്. അതായിരിക്കാം എന്ന് അവർ അനുമാനിക്കുന്നു. അതുകൊണ്ടാണ് ഇന്ന് നമുക്ക് കൊളോണോസ്കോപ്പി ഉള്ളത്, വിച്ച് ഈസ് എ വെരി ഗുഡ് തിങ്. അവർക്ക് നോക്കാൻ പറ്റും ഇതെന്താ സംഗതി എന്നുള്ളത്. അപ്പോൾ 40-40 വയസ്സായില്ലേ, ഇനിയിപ്പോൾ വല്ല ക്യാൻസറോ അങ്ങനെയൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ അല്ലേ, ഇറച്ചിയൊക്കെ കഴിച്ചിട്ട് സ്മോക്ഡ് ഫുഡ് കഴിച്ചിട്ട് അല്ലേ കൊണ്ട് ക്യാൻസർ, പിന്നെ കൊളോണോസ്കോപ്പി, കോളൻ ക്യാൻസർ. ലെറ്റ്സ് സീ, ആർക്ക് വേണമെങ്കിലും വരാലോ. സോ എനിക്ക് പറയാനുള്ളത്, ഇതിപ്പോൾ നമുക്ക് ഹെമറോയിഡ്സ് ആണ് വെച്ചെങ്കിൽ ഒക്കേഷണലി ഇതിപ്പോൾ നമ്മൾ ചെറുപ്പത്തിലൊക്കെ അമ്മ പറയുന്നത് കേട്ടിട്ടുണ്ട്, എടാ ഇങ്ങനെ ഇരുന്നിട്ട് മുക്കല്ലേ അല്ലെങ്കിൽ എടുത്ത് പൊക്കല്ലേ എന്നൊക്കെ ഇങ്ങനെ വെറുതെ പറയുമല്ലോ, ഇങ്ങനെ മൂലക്കുരു വരുന്ന പറയാം ആ സമയത്ത് ഇതിന്. അപ്പോൾ വെയിറ്റൊക്കെ ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഹെവി ലിഫ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ ഇങ്ങനെ വരാം. അതിലെ ഒരു കോസാണ് കേട്ടോ. അപ്പോൾ എനിക്കത് വന്നിട്ടുണ്ട് വെച്ചെങ്കിൽ മോർ ലൈക്കലി ഹെമറോയിഡ്സ് ആണ് വെച്ചെങ്കിൽ അത് വെയിറ്റ് ലിഫ്റ്റ് ചെയ്തിട്ട് വന്നിട്ടുള്ളതാണ്. സോ ഗ്രാജുവലി അങ്ങനെ ചെയ്യാം. ഞാൻ ആക്ച്വലി ലിഫ്റ്റ് ചെയ്യുന്ന ഒരാളാണ്, പക്ഷേ 100 repetitions നോൺ സ്റ്റോപ്പ് ഫോർ 50 days എന്നൊക്കെ പറയുമ്പോൾ ദാറ്റ് ഈസ് ടു മച്ച് ഇൻ നമ്പേഴ്സ്. മേ ബി ദാറ്റ് കുഡ് ബി എ റീസൺ, ബട്ട്
I'll keep you posted what exactly happened to me. ഇവിടെ ശരിക്കും രോഗമഹാമഹാണ്. അവർക്ക് കൂടി കിട്ടാതിരുന്നാ മതി. എന്റെ പിന്നെ ഏറെ കരയണ കണ്ടിട്ട് എനിക്ക് സംശയം ഉണ്ടാവും ഇനി സിക്കാണോ. ഇന്ന് സിക്കൊന്ന് നിന്റെ തലയെ അടിച്ച് പൊളിക്കുന്നത്. ഞാൻ സിക്കല്ലേ, സിങ്ങാക്കും ഞാൻ. പാട്ട് പാടിപ്പിക്കും. നീയാണ് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ അസുഖം കൊണ്ടുവന്നിട്ടുള്ള ഇവിടെ. ഈ വിന്ററിൽ ഏറ്റവും കൂടുതൽ സിക്നെസ് കൊണ്ടുവന്നത് നീയാ. യു ഗോട്ട് സിക്ക്. നിന്റെ ബവലല്ല, എന്നിട്ടാ ഗോൾ ബ്ലാഡർ പോയി. സത്യത്തിൽ നീ തീർന്നു കേട്ടാ. ടൈം ടു ഗെറ്റ് റിഡ് ഓഫ് യൂഫുൾനെസ് നൗ. ഞാൻ ഒരു കുഴപ്പമില്ലാതിരുന്ന എന്നെ രണ്ടു പേര് കണ്ണിച്ചു. അതാണ് ചുമ വരാൻ കാത്തിരിക്കുന്ന കുടുംബം. അപ്പൊ കള്ളച്ചമ്മ വന്നാലോ എന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ നല്ല ക്ഷീണം, നല്ല മേലുവേദന. ഇതിഞ്ഞിപ്പോൾ കഫക്കെട്ടിൻ്റെ ആണോ ചുമയുടെ ആണോ എന്ന് അറിയില്ല. ഇനിയിപ്പോൾ ഇന്നലെ തൊട്ട് മരുന്ന് കഴിക്കണ കാരണമാണോ എന്ന് അറിയില്ല. ഇന്ന് ഗോൾഡ വർക്ക് ഫ്രം ഹോം എടുത്തതാണ്. ശരിക്കും അവളൊന്ന് വർക്ക് ഫ്രം ഹോം എടുക്കണ്ടെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ റിയലി സിക്കായിട്ട് വീണ്ടും വർക്ക് ഫ്രം ഹോം. സോ ഇവളുടെ ഇനിയിപ്പോൾ ട്രിഗർ മറ്റേ ഗോൾ ബ്ലാഡർ ഇഷ്യൂ ആണോന്നും അതും അറിയില്ല. സോ വി ജസ്റ്റ് ഇന്നലെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന രോഹിത്ത് ഫുള്ള് സിക്കായിട്ട് വിളിച്ചു. ഇന്ന് അവനോട് എന്നെ കൊണ്ടുവിടാൻ പറയാൻ വേണ്ടിയിട്ട് ഇരുന്നായിരുന്നാ. ഇവൾക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറ്റുമെങ്കിൽ പ്ലീസ് എന്നെ ഒന്ന് വന്നിട്ട് ആശുപത്രി കൊണ്ടുപോകണം. അതുകൊണ്ടല്ലേ എനിക്കിങ്ങനെ കണ്ണൊന്നും തുറക്കാൻ എനിക്ക് ഭയങ്കര ക്ഷീണം. സത്യം പറഞ്ഞാല് ഇപ്പം വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇച്ചിരി നേരം കിടക്കായിരുന്നു. ഞാൻ നീ കിടന്നു എങ്ങനെയാണ് ജോലി ഉണ്ട്. അപ്പൊ അതിന് വേറെ ആരും എന്താ കാര്യം? അല്ല, ആരെങ്കിലും ഉണ്ടെങ്കിൽ പിള്ളേർ ഇപ്പൊ മോനെ സിക്ക് ഞാനും സിക്ക്. പിള്ളേര് വരുമ്പോ എന്തായാലും നോക്കണ്ടേ. നിന്റെ ജോലിയല്ലേ നിന്റെ പ്രശ്നം? അല്ല, പിള്ളേര് വരുമ്പോ ഞാൻ നോക്കും. എനിക്കിത് കൊളോണോസ്കോപ്പി കഴിഞ്ഞാൽ എന്റെ ഇതിന്റെ ഉള്ളിൽ അമിട്ട് വിരിച്ചു വയ്ക്കണമെന്നില്ല. ഇങ്ങോട്ട് തിരിച്ചു അത് അവരുടെ മെഡിക്കൽ ടെർമിനോളജി അല്ല. അത് ഒരു കുട്ടീനെ നോക്കാനും ഭക്ഷണം കൊടുക്കാണ്ടിരിക്കും. അണ്ടർ സർവൈലൻസ് ഞാൻ കട്ടിട്ട് വന്ന പിടികെട്ടാ പുള്ളി വീരപ്പനോ. എന്റെ ശരീരത്തിൽ ബ്രീത്ത് മാത്രം മതി. ഐ വർക്ക്. എന്റെ ബ്രീത്ത് ഉപയോഗിച്ചിട്ട് സ്റ്റേക്ക് വരെ കുക്ക് ചെയ്യും ഞാൻ. 42 കൊല്ലം കൂടെ എത്തിക്കണില്ലേ ഞാൻ? ഇല്ലേ, 42 വർഷം ഞാൻ ജീവിച്ചു വൃത്തിയായിട്ട്. ഞാൻ ഫോൺ വിളിച്ചപ്പോ അവര് പറയാ, ഓ നവീൻ ചേട്ടന്റെ അടുത്ത് നിർത്താം, അത്രയ്ക്കുണ്ട് ഡ്രാമ. ഒരു മനുഷ്യന്റെ രാവിലെ കാലുവേദനയാണ്. അതൊക്കെ ഉണ്ടോ? അതൊക്കെ ഞങ്ങൾ ബോയ്സ് ഡു എവറിത്തിങ്. എന്റെ അടുത്ത് മാമീനെ കണ്ടട്ടാ ലോക കള്ളിയാ, ഒന്നിനും വയ്യ. ഒരു പാട്ടാ മാമിക്കുള്ള തരാ. പിന്നെ എന്ത് സംഗതിയാണെങ്കിലും നമ്മൾ 42 കൊല്ലം ഓടിയില്ലേ. ഡ്രാമി എല്ലാം ഉണ്ടാവും ഒരു മനുഷ്യന്റെ ജീവിതത്തില്. അയ്യോ, പിന്നെ അതെന്താ സ്പെഷ്യല് പറയാൻ? നീയപ്പ മോശം? 2 ദിവസം വയ്യാണ്ട് കിടക്കുന്നയാ നീയും. ഞാനും ഞാന് ഈ കറക്കെല്ലാം കഴിഞ്ഞ് ഇവിടെ വന്ന് ഇന്നലെ കണ്ട അപ്പോഴേക്ക് ആളെ അടി കഴിഞ്ഞു. അതിനാളെ അസോൾട്ട് ചെയ്യണം എന്തിനാണ്? ദാറ്റ് ഈസ് ഇല്ലീഗൽ ടു ഡു. പറയുന്ന അല്ല, ഞാൻ എനിക്ക് ഇന്നലെ ഉറക്കം വരാതെ ഇങ്ങനെ കിടക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു. ഡോക്ടർ എനിക്ക് ആന്റിബയോട്ടിക്സ് തരാൻ തപ്പി. ഇപ്പൊ ലാസ്റ്റ് ആന്റിബയോട്ടിക്സ് കഴിച്ച എന്ന് കഴിച്ചേ അറിയില്ല. ഡെലിവറി കഴിഞ്ഞിട്ട് കഴിച്ചിട്ടുണ്ടാവും. ഇല്ല, പ്രസവത്തിന് ഒരു ആന്റിബയോട്ടിക് തന്നില്ല. അവർ ആ ഡെലിവറിയുടെ സമയത്ത് എന്തോ ഒരു ആന്റിബയോട്ടിക് ഇവിടെ ജോലി ചെയ്യുമ്പോ അല്ല കോവിഡ് കഴിയുമ്പോ കഴിച്ചു. ഓക്കെ, താങ്ക് യു. ഞാൻ ഗുണ്ടിക്കുള്ള ഗുണ്ട് എടുക്കണ്ടോ നോക്കിയിട്ട് വരാം. ഇന്നത്തെ തമ്പനയിലിന്റെ പേര് ഗുണ്ടിക്കുള്ള ഗുണ്ട്. എന്ത് ഗു വെച്ചാൽ മതി. കുണ്ടി എന്ന് പറഞ്ഞാലല്ലേ കുഴപ്പമുള്ളൂ. ഗുണ്ടി എന്ന് പറഞ്ഞ കുഴപ്പമില്ല. പ്ലീസ്, എനിക്ക് അങ്ങനെ വെക്കണം പ്ലീസ്. അല്ലെങ്കിൽ വെറൈറ്റി ആവട്ടെ. ബൂമ്പ് അങ്ങനെ മൂലക്കുരു. എടി അങ്ങനെയൊക്കെ പറഞ്ഞാൽ നല്ല വ്യൂ വരും. കണ്ട ആശയം നിന്നാണ് ഇപ്പൊ റെക്കോർഡ് ചെയ്ത ഭാഗം ഞാൻ ഒന്ന് വീഡിയോ എടുത്ത് കാണായിരുന്നു. ഞാൻ ആലോചിക്കുക ഇവളി എന്നെ പറഞ്ഞത്. മോനെ സത്യം പറയാലോ, എനിക്ക് ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ മറ്റേ ഇവിടെ റെസ്റ്റ് എടുത്തേനേന്ന് അങ്ങനെ എന്തൊരു പോർഷൻ ഉണ്ട്. നിങ്ങളൊന്ന് വേണമെങ്കിൽ പോയി നോക്കി നോക്കി കേട്ടോ. ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞു അതിനെന്താ നീ ഇപ്പം ജോലി ചെയ്യ. അല്ല, കുട്ടികൾ വരുമ്പോൾ കറക്റ്റ് ഇന്നസെന്റ് ഒരു പടത്തിൽ വേദന കൊണ്ടാന്ന് തോന്നണേ. കുട്ടി പറയണൊന്നും കേക്കല്ലേ. ഒരു ബന്ധമില്ലാത്ത കാര്യമൊക്കെ ഈ കോളിലിരുന്ന് പറയും. അപ്പോ അതിന് എന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം? നീ അതാ പറഞ്ഞ. നീ ഒരു കാര്യം ജോലി ആലോചിക്കേ.
ആ കമ്മണ്ട്. ഇപ്പൊ ഞാൻ സിക്കായതുകൊണ്ട് എനിക്ക് അങ്ങനെ തോന്നും, പക്ഷെ ഇല്ല. എന്തായാലും ചെയ്യും, ഞാൻ പോട്ടെ കുറച്ച് വെള്ളം കുടിക്കട്ടെ. നീ അങ്ങനെയെങ്കിലും എൻ്റെ ഒരു വീഡിയോ എടുത്തല്ല, അങ്ങനെയെങ്കിലും നീ എൻ്റെ ഒരു വീഡിയോ എടുത്തല്ല നിനക്ക് തോന്നിയിട്ട്. ഇതെങ്ങനെ മോളെ, ഇതെന്ത് ഇവിടെ മറച്ച് പേപ്പർ? ഒരു മോള് ഇത് അരുമാമയ്ക്ക് ഇതാണോ? അരുമാമയ്ക്ക് പഠിക്കുന്നവരാണോ? എന്തൊരു കച്ചറയോ. നീ നോക്കി ഈ വീടിൻ്റെ അകത്തെ പേപ്പർ നോക്കി. ഞാൻ പേപ്പർ കണ്ടിട്ട് വേക്കം ചെയ്യാൻ വേണ്ടി വന്നതാ. നമുക്കിവിടെ ഗുണ്ടിക്കുള്ള ഗുണ്ടുണ്ടെങ്കിലൊക്കെ ഇവിടെ പണിക്കൊരു കുറവില്ലേ. നമ്മള് പറച്ചിൽ തന്നെ ഇവിടെ ഒന്നും ചെയ്യണില്ല എന്നാ. ഒരു സ്ഥലത്ത് നിന്ന് പോകുമ്പോഴേക്കും അപ്പളേക്കും പോകാം അടുത്തിർത്തിക്ക്. എറുമ കഴിഞ്ഞാൽ എറുമ ഓടിന്നിട്ട് വെറുതെ എന്ന് പറയുള്ളൂ, എങ്ങനെയില്ല. അപ്പം അപ്പനാ ആ മരുന്ന് ഏറ്റുട്ടാ. ശരിക്കും ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, പണ്ട് ചെയ്ത എനിമ എനിമ തന്നിട്ട് നാട്ടിൽ ചെയ്തിട്ടുള്ളവരുണ്ടാവും. ഇപ്പം ഇതുപോലത്തെ പ്രൊസീജിയറാ. ഓയാ ഇപ്പം ഇതുപോലത്തെ പ്രൊസീജിയറാന്ന് തോന്നുന്നു കേട്ടോ കൊതിയൻ. പക്ഷെ അല്ല, കറക്റ്റ് ഞാൻ ആ മരുന്ന് കഴിച്ചു. പക്ഷെ നല്ല ക്ഷീണമുണ്ട്, കണ്ണൊക്കെ ഇങ്ങനെ അടഞ്ഞു തുടങ്ങി. വെള്ളം പോലെ കേട്ടോ, അത് കൊള്ളാതെ പരിപാടി. എനിമി നീല പറയണേ, ഞാനിവിടെ ഫുള്ള് മെസ്സ് അതിനടി ക്ലീൻ ചെയ്യണത്. കട്ടിലൊക്കെ നീക്കിയിട്ടുണ്ട്. ഇത് ആരാണ് ഈ കട്ടിൽ ഇങ്ങനെ? അതിക്ക് മനസ്സിലായി നീ ഇവിടെ ഒരു പണി ഞാൻ മാറി. നീ ഇതിന്റെ സമയം കളയില്ല. ഞാൻ ലാസ്റ്റ് ഇപ്പം അടുത്ത് ഇതിനിടയിൽ 10-20 തവണ കക്കൂസി നടക്കണം. അതാണ് കുടുംബ സദസ്സുകളുടെ മനസ്സ് ഏറ്റുവാങ്ങിയ മിസ്റ്റർ ബൂംബാൻ ഗോയിങ് ഫോർ ഹണ്ടിങ് വെരി സൂൺ വിത്ത് പാപ്പാൻ ആഫ്രിക്ക. കുടുംബ സദസ്സുകളുടെ കുരു പൊട്ടും മിക്കവാറും. ഞാൻ പോയാൽ ഗോൾഡേ, നീ ഇവിടുന്ന് ഡെയിലി വ്ളോഗ് ചെയ്യോ? ഞാൻ നിനക്ക് പുതിയ ഫോൺ മേടിച്ചു തരാം. അല്ലെങ്കിൽ നീ ഈ ഫോൺ നീ എടുത്തോ, എന്നിട്ട് ഞാൻ പുതിയ ഐഫോൺ മേടിക്കുന്നുണ്ട്. വേണ്ട, ഈ ഫോൺ 6 മാസം പഴക്കമുള്ളോ. അപ്പൊ ഇത് നീ ഉപയോഗിച്ചോ? പുതിയ ക്യാമറ അപ്ഡേറ്റ് ചെയ്യണം, അതാ. ഏത് ഇത് നീ ഉപയോഗിച്ചോ? ഇതിനെന്തോ കുഴപ്പം? വേറെ എന്ന് പറയാം, ഇതിൽ എന്താ വ്യത്യാസമില്ല. എനിക്ക് ഇതിനെ മതി, എനിക്ക് ഇത് വേണ്ട, ഇതിനും പഴയത് മതി. പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാനാ. അതിന് വേണ്ടി ഇനി 2 ആൾക്ക് പുതിയ ഫോൺ മേടിക്കും. പിന്നെ അത് വേണ, നിനക്ക് വേണേ? അതെന്നാ നിനക്ക് വേണാത്തേ? ഐ ലൈക്ക് ദിസ് വ്യൂ ടു, നൈസ് വ്യൂ. നല്ല നീ ആ വിദൂരതയിലോട്ട് നോക്കൂ. നിന്റെ വായന കീറ്റോൺസിന്റെ മണം. നീ കീറ്റോസിസ് എനിക്ക് ഇഷ്ടമാണ് മണം. പക്ഷെ ഞാൻ ഇവിടെ വന്നു ഫോം ഫില്ലപ്പ് ചെയ്തു. നല്ല നമ്മുടെ വാട്ടർ ഫ്ലോ കറക്റ്റായിട്ട് പോകുന്നുണ്ട് കേട്ടോ. എങ്ങനെ ഞാനിവിടെ എത്തിയതെന്ന് അറിയാൻ പാടില്ല പെട്ടെന്ന് തന്നെ. പിന്നെ കുഴപ്പം, നമുക്ക് ലോക്ക് ചെയ്ത് പിടിക്കാൻ പറ്റുന്നുണ്ട്. മറ്റേ ലൂസ് മോഷൻ ഡയറിയ വന്ന പോലെയല്ല. പക്ഷെ വിശക്കണമൊന്നുമില്ല, വിശക്കണമെന്ന് അറിയണില്ല. ഇല്ല, എനിക്ക് നല്ല വിശക്കുന്നുണ്ട് ഇപ്പം. ആ എന്ത് അസുഖം ഉണ്ടെങ്കിലും ഗോൾഡിലേക്ക് വിശപ്പിന് കുറവില്ല. അച്ഛമ്മൻ്റെ പോലെയാ. ഫുഡ് കഴിക്കാതെ കണ്ട ഗോൾഡിയുടെ ഗദ്ഗത കൊടുക്കുന്നുണ്ട്. എല്ലാത്തിനും കഥയുണ്ട്. ഫുഡ് കഴിക്കാതെ വരുന്നോ? So do I have to stay here or I can ഇതേട്ടാ, ഇതാണിപ്പോൾ ഇവര് എന്താണെന്ന് ചെയ്യണേന്നുള്ളതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. അതായത് ഇതാണ് നമ്മുടെ കോളം, ഇതാണ് നമ്മുടെ റെക്ടം, ഇതാണ് നമ്മുടെ സീക്കം. കുതിരയ്ക്ക് ഏറ്റവും കൂടുതൽ സീക്കം ഏരിയ ആണ്. നമുക്ക് ആക്ച്വലി സീക്കം ഭയങ്കര അടിപൊളിയായിട്ടില്ല. സോ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത നമ്മുടെ കൊളോണോസ്കോപ്പിയുടെ മെഷീൻ ഇവിടുന്ന് ട്രാവൽ ചെയ്ത് ഇവിടുന്ന് കറങ്ങി സീക്കം വരെ വരും. സീക്കം വരെ വന്നിട്ട് ഇവിടുന്ന് തിരിച്ച് പുള്ളി. ഈ സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഇതിങ്ങനെ വലിപ്പം വെപ്പിക്കാനായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ബ്ലോ ചെയ്യുന്ന പറഞ്ഞ് സീക്കത്തിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്ന് സെർച്ച് ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ വല്ല കുരുക്കളൊക്കെ ഉണ്ടെച്ചെങ്കിൽ എൻഡോസ്കോപ്പി കൊളോണോസ്കോപ്പി ചെയ്യുന്ന ഡോക്ടർ അത് കട്ട് ചെയ്ത് കളയുമെന്ന് പറഞ്ഞു. അതല്ല ഹെമറോയിഡ്സോ അങ്ങനെ വലുതാണെന്ന് വെച്ചെങ്കിൽ അവർ ചെയ്യില്ല, അതിന് വീണ്ടും വരണം. സോ ദിസ് ഈസ് ദ പ്രൊസീജിയർ. ഹെമറോയിഡ്സ് യു ക്യാൻ ഹിയർ. നമ്മുടെ ഡ്രസ്സ് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ എക്സ്പ്ലെയിൻ ചെയ്തത് എന്താ വെച്ച് കഴിഞ്ഞാലേ, നമ്മൾ ഐ വി തന്നിട്ട് ബോധം കെടുത്തും നമ്മളുടെ. ഈ പോളിപ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പുള്ളി റിമൂവ് ചെയ്യുള്ളൂ. അതല്ല ഹെമറോയിഡ്സ് ആണ് വെച്ചെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവമാണെങ്കിൽ
ഹെമറോയിഡ്സ് വലുതാണെച്ചെങ്കിൽ നമ്മൾ വീണ്ടും വന്നിട്ട് സർജറി ആയിട്ട് തന്നെ ചെയ്ത് കളയണം. സോക്സ് വേണ്ടേ? അവർ നമ്മുടെ ബോധം കിടത്താളം മരുന്ന് കുത്താനുള്ള സാധനം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ക്ഷീണം. നല്ല ഞാനെന്തിനും കഴിക്കാതിരിക്കണേന്ന്. നീ പോയി കഴിച്ചോ? സോ ഗുഡ്. താങ്ക് യു. ഗോൾഡ് ഗോണ ഗോ നൗ. ഞാൻ ഇപ്പോൾ പോയാലേ സമയത്തിന് എത്തുള്ളൂ ഇനി. അപ്പോൾ നീ പോയിട്ട് ബൈ ബൈ. എനിക്ക് ബോധം വരുമ്പോൾ നീ എൻ്റെ അടുത്തുണ്ടാവണം. കൊണ്ട് എന്നെ വിട്ട് പോയി നീ സുഖത്തിന്. അങ്ങനെയല്ല, ലക്സിന്റെ സിറിലിൻ്റെ പരസ്യം. ഇവിടെ ഞങ്ങൾ കയറി വരുമ്പോൾ ഒരു മലയാളി കുട്ടീനെ സ്റ്റുഡൻറ്റ് നേഴ്സിനെ കണ്ടു. ഇവിടെ ഇൻ്റർവ്യൂവിന് കൊടുത്തിട്ടുണ്ട്. കടന്ന വശം തന്നെ പേര് ചോദിക്കാൻ മറന്നു പോയില്ലേ. ഇപ്പോഴത്തെ ഒരു അപ്പച്ചൻ വന്നിട്ടുണ്ട് കേട്ടോ. പുള്ളിക്ക് എന്തോ ടെസ്റ്റാ. അപ്പോൾ എന്ത് പുള്ളിക്കാരൻ പറയും കുറച്ചധികം സഡേഷൻ തരുന്നത്. ഇത് കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നു എൻ്റെ കാലിൻ്റെ മറ്റേ ACL സർജറിക്ക് കിടക്കുക ഞാൻ അശ്വിനി ഹോസ്പിറ്റലിൽ. അശ്വിനിയാണോ ദയ ഹോസ്പിറ്റലാണോ എന്നറിയില്ല. അപ്പോൾ അന്ന് വേറെ സർജറിക്ക് ഒരു അപ്പച്ചൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പം എല്ലാവരും 3 പേരിങ്ങനെ ഇരിക്കുക കട്ടിലുണ്ട്. അപ്പോൾ നേഴ്സ് വന്നിട്ട് ഇങ്ങനെ ഉണ്ട്. അപ്പോൾ അപ്പച്ചൻ്റെ കാർഡിയാക് സർജറി എന്തോ ആണ്. അപ്പോൾ ആ നേഴ്സ് വന്നപ്പോൾ മോളെ എൻ്റെ ബോധം ഇപ്പം തന്നെ കളയോ. പാവം തോന്നി ഇപ്പം ചിരിക്കുകയാണെങ്കിലും. അതെന്തിനാ അപ്പച്ചാന്ന് വെച്ചപ്പോൾ പറയുന്നത് എനിക്ക് ഈ മെഷീനൊക്കെ കണ്ടിട്ട് പേടി പുറത്തിരിക്കുക. അതായത് ഹോസ്പിറ്റലിൻ്റെ പുറത്ത് ഞങ്ങളതിനെ 3 പേരിനെയും കട്ടിലും. അതൊരു വല്ലാത്തൊരു ഇതായിരുന്നു. ഓക്കെ ആയിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു. ഞാൻ വണ്ടിയിലിരിക്കുമ്പോൾ പറയാം അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിന് മുന്നേ ചെയ്തപ്പോൾ ഒന്നും എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. ഇത് ഫുള്ള് കാണാൻ പറ്റി. സോ ഗുഡ്. മെഡിക്കൽ സയൻസിൻ്റെ ഒക്കെ സംഭവങ്ങൾ ഇങ്ങനെ തന്നെ കണ്ടുകൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് ഇറ്റ്സ് ഗുഡ്. ചെറിയൊരു സഡേഷനുണ്ട്, ചെറുതായിട്ട് ലൈറ്റായിട്ട് ഒരു പെഗ് അടിച്ച പോലത്തെ ഒരു ഫീലേ ഉള്ളൂ. മറ്റേ ബണ്ടൻബർഗിൻ്റെ ജിഞ്ചർ ബിയറാണ്. ഓ, ശരീരത്തിലൊരു തരി പോലും എനർജി ഇല്ലാച്ചെങ്കിൽ ഒരു തരി മധുരമുള്ള വെള്ളം കുടിക്കുക എന്ന് പറയുമ്പോൾ അതൊരു സുഖമല്ലേ. കോളൻ നമ്മുടെ നല്ല ക്ലീൻ ആയിട്ടിരിക്കുന്ന കാരണം പച്ചക്കറി വേണ്ടെന്ന് പറഞ്ഞു. നല്ല സാൻഡ്വിച്ച്. വെയിറ്റിംഗ് ഗോൾഡാണ്. ഇവിടെ കാറ് കിടന്നിട്ട് കാറ് ഓടിച്ച് പോകാൻ മടിയായിട്ട് ഊബർ എടുത്ത് പോയിട്ടുണ്ട്. ഒരു ലൈറ്റ് ഫീലിംഗ് ഉണ്ട് കേട്ടോ. ചെറിയൊരു സ്മോൾ അടിച്ചിട്ടുള്ള ഇതിന് സ്മോളിനേക്കാൾ നല്ല ഫീലിംഗാണ്. അറിയാം സംസാരിക്കില്ലേ. ക്യാൻസർ 4 ഗുണ്ടിക്കുള്ള ഗുണ്ടെടുക്കും. പക്ഷേ അവരെനിക്ക് 3 മുട്ടര അങ്ങോട്ട് അടിച്ച് ഇല്ല. ഞാൻ വണ്ടിയിലിരുന്ന് പറയാം. പക്ഷെ നീ വണ്ടി എടുത്തോ. എനിക്കൊരു ചെറിയൊരു ഓളമുണ്ട്. പക്ഷെ നല്ല സുഖമുള്ള ഒരു കള്ളു കുടിച്ചതിനേക്കാളും ബ്യൂട്ടിഫുൾ ഫീലിംഗ് കേട്ടോ. ഈ സാധനത്തിൻ്റെ കുറ്റി കുറച്ച് കിട്ടുമോ? കള്ളു നീ ഓക്കെയാണോ? നീ എന്തെങ്കിലും കഴിച്ചാ? ഞാനൊരു ക്രീം ചീസ് ബേഗിൽ അവിടെ ചെന്ന് കുത്തി എനിക്ക് കഴിച്ചു. എനിക്ക് തല ഇറങ്ങിയിട്ട് പാടില്ലായിരുന്നു മോനെ. അവിടെ എത്തിയപ്പോഴേക്ക് എനിക്ക് എങ്ങനെയെങ്കിലും എന്തെങ്കിലും കഴിച്ചാൽ. ഇതിലിപ്പോ ആരപ്പോ രോഗി? ഞാൻ ഓൾറെഡി രോഗിയായിരുന്നു. മോൻ പിന്നെ മാറാൻ രോഗി. ഞാൻ മാറാൻ രോഗിയൊന്നല്ല. ഐ ഗെറ്റ് ചെക്ക്ഡ് അപ്പ് വിത്ത് മൈ എൻ്റയർ ബോഡി ആൻഡ് എവരിതിങ്. ദാറ്റ് ഈസ് മൈ ചെക്കപ്പ് ഒന്നും വരുന്നല്ലേ ഉള്ളൂ. എന്ത് ചെയ്യാൻ പറ്റും? നിന്റെ ചെക്കൻ ഞാൻ നേരത്തെ വന്നല്ലേ. എന്റെ ചെക്കൻ അയ്യോ ആ കുട്ടിയുടെ അടുത്ത് ബൈ പറഞ്ഞില്ല മോളിലെ. അപ്പോൾ ഓക്കെ ഗായ്സ്, വണ്ടി ഓടിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും ആ ഒരു ചെറിയൊരു ഇതുള്ള കാരണമാണ്. ഞാൻ ഇനി അവരുടെ എന്താണ് റിപ്പോർട്ടിൽ എഴുതിയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് പെട്ടെന്ന്, അതായത് ഇൻഡിക്കേഷൻ നമുക്ക് ബ്ലീഡിങ് ഉണ്ടായിരുന്നായിരുന്നു. ഇൻഡിക്കേഷൻ പ്രിപ്പറേഷൻ നമ്മുടെ ഈ കൊളോണോസ്കോപ്പിക്കൽ ഫൈൻഡിങ്സ്. Colonoscopy was inserted into the terminal ileum, blah blah. Ileum appeared normal, column appeared normal. There were a small first degree hemorrhoids noted. 10 minutes ആണ് സർജറി ഉണ്ടായിരുന്നത്. 10 minutes. Specimens for pathology. Biopsies were taken for the right colon and left colon ileum. അപ്പോൾ അങ്ങനെ അത് എടുത്തു. അത് നല്ല രസം ഉണ്ടായിരുന്നു. അതായത് ചെറിയൊരു സെഡേഷനിലാണ് നമ്മളുള്ളത്. എല്ലാം നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ കുടലിന്റെ ഫോട്ടോ കണ്ടോ നിങ്ങൾ? നല്ല ക്ലീൻ ഫോട്ടോയാണ്.
ആൻഡ് എൻഡ് ഓഫ് ദ ലാസ്റ്റ് ഇതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ നമ്മുടെ റെക്റ്റം അതിൻ്റെ ആ ഇതിൽ ചെറിയൊരു ഹെമറോയിഡ്സ് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ തന്നെ ലിഫ്റ്റ് ചെയ്തപ്പോൾ വന്നിട്ടുള്ളതാണ്. അപ്പോൾ അത് പുള്ളി പറഞ്ഞു അത് വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, അത് കെട്ടിയിടാനുള്ള അത്ര വലിപ്പമൊന്നുമില്ല, അത് ഓൾമോസ്റ്റ് ഉണങ്ങിയിട്ടുണ്ട്. ബ്ലീഡിങ് ഉണ്ടാവുകയാണെന്ന് വെച്ചെങ്കിൽ ഒരു സപ്പോസ് ഇറ്റ കാതലിച്ച് സപ്പോർട്ട് തന്നെ ഒരു സപ്പോസിറ്ററി മരുന്നുണ്ട്, ആ മരുന്ന് മാറ്റിക്കഴിഞ്ഞാൽ യു ക്യാൻ ഡു എനി കൈൻഡ് ഓഫ് ലിഫ്റ്റിംഗ് വെയ്റ്റ്സ്, ദേ ഓൾ ഗുഡ്. പെട്ടെന്ന് എന്താ പറയുക ബ്ലീഡിങ് ഉണ്ടാവുകയാണെങ്കിൽ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. സോ ദാറ്റ് ഈസ് അപ്ഡേറ്റ്. ആൻഡ് സെക്കൻഡ് അപ്ഡേറ്റ്, പണ്ട് നമുക്ക് അതൊരു നല്ല കാര്യം, ഞാനത് മറന്നു കിടക്കുകയായിരുന്നു. ഈ ഒരു കാര്യത്തിൻ്റെ സമയത്ത് നമുക്ക് 2004-05 കാലഘട്ടത്തിൽ ഉണ്ടായ അൾസറൈറ്റിസ് കൊളൈറ്റിസ് ഉള്ളത് കൊണ്ട് തന്നെ അത് ഇവിടെ ഒരു വാർണിംഗ് ആണ്. സോ അവർ ഇനി അടുത്ത 8 വർഷം ഇവിടെ നിന്ന് 8ാമത്തെ, ഇപ്പം എനിക്ക് 42 വയസ്സ് 50 വയസ്സാകുമ്പോൾ ആ ഒരു ടൈം പീരീഡിൽ അവർ നമുക്ക് വീണ്ടും ഈ കൊളോണോസ്കോപ്പി ചെയ്യുകയും അൾസറൈറ്റിസ് കൊളൈറ്റിസിൻ്റെ എന്തെങ്കിലും വേറെ സംഭവം ഉണ്ടോ എന്നുള്ളത് നോക്കും. സോ ഇറ്റ്സ് ക്ലീൻ, നത്തിങ് റോങ് ഇൻ ഇറ്റ്. ആൻഡ് താങ്ക്സ് ടു ഗോൾഡ. Thanks to Golda and those who and beautiful doctor. എല്ലാം കറക്റ്റ് ഒരു ഇന്ത്യക്കാരനായിരുന്നു. അവിടെ 3 ലേഡീസ് വേറുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഓക്കെ ആയിരുന്നു. സോ ഓവറോൾ താങ്ക്സ്, ദാറ്റ്സ് ഡൺ. താങ്ക് യു വെരി മച്ച്. ഒരൊറ്റ മെഡിക്കേഷൻ, അത് ഈ ബ്ലഡിലുള്ള സമയം തോന്നുകയാണെങ്കിൽ മാത്രം വയ്ക്കേണ്ട എന്തെങ്കിലും ഒരു സോർട്ട് ഓഫ് മുറിവിന് ഉണക്കാനുള്ള ഒരു മരുന്നായിരിക്കും. ഇറ്റ്സ് ബീൻ ഡൺ. ഇപ്പോൾ ഈ ബ്ലീഡിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ജസ്റ്റ് വെറുതെ നമ്മൾ അസ്യൂം ചെയ്യേണ്ട, ഗെറ്റ് ചെക്ക്ഡ്. ലിഫ്റ്റ് ചെയ്യുന്ന ആളുകൾ, വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്ന ആളുകൾ അല്ലെച്ചെങ്കിൽ അങ്ങനെ പെട്ടെന്ന് എന്താ പറയുക, അങ്ങനത്തെ ഒരു ആൾക്ക് അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അത് ഉണ്ടായി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബ്ലീഡിങ് ഉണ്ടാവുന്ന സമയമാണെങ്കിൽ ദാറ്റ് കുഡ് ബി ഹെമറോയിഡ്സ്. സോ ഗെറ്റ് ഇറ്റ് ചെക്ക്ഡ് ആൻഡ് ഗെറ്റ് മെഡിക്കൽ അറ്റൻഷൻ ASAP. Understand? Then after you eat well, hungry, what do you want me to cook? Beef വളത്ത ഇതെന്താ ചോറ് പൊറോട്ട? എനിക്കറിയില്ല, എനിക്ക് എന്തൊക്കെയോ കഴിക്കണമെന്നുണ്ട്, പക്ഷെ എന്താന്ന് എനിക്കറിയില്ല. എന്നെ വല്ലപ്പോഴും എൻ്റെ സൈഡിലിരുത്തിയിട്ട് വണ്ടി ഓടിച്ചിട്ട് ഗോൾഡൊക്കെ കൊണ്ടുപോകുള്ളൂ. വീട്ടിൽ ചെന്നിട്ട് എനിക്ക് പറ്റുമെങ്കിൽ എനിക്കൊന്ന് കിടക്കണം. നീ കിടന്നോ? മസാജ് ചെയ്തായിരുന്നു? വേണ്ട. നല്ല അടിപൊളി ദിവസമാട്ടോ നോക്കിയേ. ഇപ്പൊ കണ്ടാ സമ്മർ ആവാന്ന് തുടങ്ങിയപ്പോ സൂര്യൻ ഇപ്പോഴും സ്റ്റിൽ അപ്പം 5 മണിയായിട്ടും നമുക്ക് വേണ്ടി ഗോൾഡാ വണ്ടി ഓടിക്കണത്. പിന്നെ വലിയ മേഡം ഇവിടെ ഇരിപ്പുണ്ട്, കുട്ടിപ്പാറു. പാറുവിൻ്റെ ഉടുപ്പ് ഊരിട്ടാ. നന്നായി. നിങ്ങൾ കേട്ടിട്ടില്ലേ, തന്നെത്താൻ പുകത്തുന്നവൻ തന്നെത്താൻ താഴ്ത്തപ്പെടുന്നു. ഞാനത് കാരണം പിന്നിലേക്ക് തള്ളപ്പെട്ടു. മറ്റേ ഞാൻ ഇപ്പോൾ ഉറങ്ങി എഴുന്നേറ്റപ്പോൾ ഞാൻ ചാടി എഴുന്നേറ്റ് വണ്ടി എടുത്തിട്ട് വരാൻ നോക്കുക. ഞാൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റിട്ട് പുറത്തേക്ക് സ്റ്റെപ്പ് വെച്ചപ്പോഴാ ഒരു ആട്ടം, കാലൊന്നും ബാലൻസ് ഇല്ല. അപ്പോൾ അത് ശരിയാട്ടാ, സെഡേഷൻ ഉണ്ട് ചെറുതായിട്ട്. ഇന്ന് അവർ ലീഗൽ ഡോക്യുമെൻ്റ് ഒന്നും ഒപ്പിടണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കാരണം ഞാൻ നമ്മുടെ കള്ളൻ്റെ പുതിയ കമ്പനിയിലെ സാധനം ഞാൻ ഉടനെ ഇന്ന് ഞാൻ ഒപ്പിടാന്ന് വിചാരിച്ചാ. ഡാഡയുടെ കയ്യിൽ എഴുതി മേടിക്കാനുള്ളത് കീറിയൊരു കുണ്ടിയും കോടതി കണ്ടിട്ട് ഡോക്ടറെ പണ്ടര ഇങ്ങനെ ഒരു വൃത്തിയുള്ള കുടല് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. പുള്ളി ക്ലീൻ ഈവൻ ദർ ഈസ് നോ ഷിറ്റ് ഇൻ ഹിയർ, യു നോ. നിന്റെയൊക്കെ കുടല് തുറന്നു കഴിഞ്ഞാൽ പൂതല് പിടിച്ച ചോക്ലേറ്റും ലിവറൊക്കെ തയ്ച്ചു പോയി. ചോക്ലേറ്റും അതിന്റെ തൊലിയും ഫെറോ റോഷറൊക്കെ ഉണ്ടാവും. എച്ചമേര ഇറമേരൊക്കെ ആണെങ്കിൽ ഒരു വീട് പണിയാനുള്ള കല്ല്, സിമെന്റ്, ഇഷ്ടിക ഒക്കെ, ഗ്രാസ്, വുഡ് പീസ്. ഫോൾഡൊക്കെ വല്ലപ്പോഴേ അസുഖം വരൂ. പക്ഷെ വന്നാണ്ടല്ലോ അവിടെ കരച്ചിലും കണ്ടി ഇപ്പൊ എത്ര മേല എന്നിട്ട് ഇന്ന പറയണ പറച്ചില് എന്ന് പറഞ്ഞാണ്ടല്ലോ അയ്യോ അയ്യോ നാട്ടുകാരെ. 2 ആഴ്ചയായിട്ട് ഇപ്പൊ രക്ഷപ്പെട്ട് ഇരിക്കായിരുന്നു. ഈ മുടിഞ്ഞ ജിമ്മിലേക്ക് വരുന്ന tomorrow onwards we starting honey, we got no excuse. നാളെ ഡാടാ. നീ ഇന്ന് മാലക്കണ്ണ എന്തിനാ
Pinga, there is no other way around. Balda. Ndara. Nudukra. Balda. Always sleeping in the car feels so good. Okay, you sleep here then if it's so good. Okay, then let's. Blanket to pillow thanna madi. Blanket to pillow. Blanket? And pillow, that's it. Yeah, okay. ഇന്ന് വെറൈറ്റി ഗൈസ് ഇന്നത്തെ വീഡിയോന്റെ പേര് മാറ്റുകയാണ്. രാത്രിയിലെ കാറിൽ ഉറക്കം. പിങ്ങു കാറിൽ ഉറങ്ങുകയാണെന്ന്. ഇവനും വിടാം, നല്ല ഉറക്കം കിട്ടും. പാട്ടുണ്ടോ ബാക്ക്ഗ്രൗണ്ടില്? രണ്ടുപേരുടെയും ഇന്നലെ ഞങ്ങൾ ഇവരുടെ വെയിറ്റ് നോക്കിയിട്ടാ. എസ്മെ 10 കിലോയും 400 ഗ്രാമും, ഇവിടെ 9 കിലോയും 600 ഗ്രാമാണ്. ഇതേ വേണമെങ്കിൽ ഇത് കഴിച്ചറേ ഡേ എൻ്റെ മൂക്കും തുറന്നേ, ഞാൻ അതിൻ്റെ വിളിക്കട്ടെ. ഓ എന്തൊരു സ്നേഹം നോക്കിയേ, എത്ര സ്നേഹമുള്ള കുട്ടികളെ ഞങ്ങൾ കണ്ടിട്ടുണ്ടാങ്ങൾ. എന്താ എസ്മിക്ക് വേണ്ടത്? എന്താ ഉടനെ ഫീഡ് ചെയ്യണേ? ഇന്നത്തെ കമന്റ് വായിക്കാട്ടാ വീഡിയോന്റെ അടിയിലത്തെ. ആഷ്കർ ലക്ഷ്മിയാണ് എനിക്ക് ഈ വീഡിയോസ് അർഷാർ ലക്ഷ്മി. എനിക്ക് ഈ വീഡിയോസ് കാണുന്നത് ഇഷ്ടമായിരുന്നു. ബട്ട് നവഡേസ് നവീൻ്റെ ഓൾവേസ് പോയിന്റിങ് ഔട്ട് ദാറ്റ് യു ഡസ് ഓൾ ദ വർക്ക് ഇൻ ദ ഹൗസ് ആൻഡ് ടെല്ലിങ് യുവർ പാർട്ട്ണർ ഈസ് ഡൂയിങ് ആസ് മച്ച് ആസ് ആൻഡ് യു ഹാവ് ടു ഡു എവറിത്തിങ്. ഫാമിലി ആൻഡ് കിഡ്സിനെ തല്ലുന്നതൊക്കെ ആയിട്ട് നിങ്ങളുടെ പാരൻറ്റിങ് വേ ആയിരിക്കും. ബട്ട് ഷോയിങ് ഔട്ട് ഓഫ് ദ വേൾഡ് ഈസ് നോട്ട് അപ്രീഷിയേറ്റ്. എന്താ ഉദ്ദേശിച്ച്? ഞാൻ വീട്ടിൽ പണിയെടുക്കുന്നുണ്ടെന്ന് ഇടയ്ക്ക് പോയിന്റ് ഔട്ട് ചെയ്യുന്നത് കൂടുതൽ തവണ ഒരു ദിവസം വീഡിയോയിൽ പറയുന്നത് കൊണ്ട് നിങ്ങൾ വീഡിയോ കാണുന്നില്ല. നല്ല കാര്യം. ഇറ്റ്സ് ഓക്കെ, സ്റ്റോപ്പ് വാച്ചിങ്. ഞാൻ ഇനിയും പറയും ഞാൻ വീട്ടിൽ പണിയെടുക്കുന്നുണ്ടെന്ന്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയും. എന്നാ കുഴപ്പം? ഇറ്റ്സ് മൈ ഡിസബിലിറ്റി, യുനോ. ഇവിടെ ആയിരക്കണക്കിന് പെണ്ണുങ്ങൾ പറയുന്നുണ്ടല്ലോ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വീട്ടിലെ പണിയെടുത്ത് മടുത്തു. ഇത് കേട്ട് മടുത്തവനാണ് ഞാൻ. മലയാളക്കരയിൽ നിന്ന് ഇത് കേട്ട് മടുത്തവനാണ്. ആ സമൂഹത്തിന് വലുതായവനാണ് ഞാനും പറയട്ടെ. ആണുങ്ങൾ പറയാൻ പാടില്ല. അതുകൊണ്ട് let me be the first person actually to say that if that's the case, you know. I just joke actually. It's a joke, like, you know. ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഞാൻ പറയാട്ടെ തന്നെ നിങ്ങൾക്കറിയാം ഈ വീട്ടിൽ എന്താ സംഭവിക്കുന്നതെന്ന്. അതിൻ്റെ പുറത്ത് നിങ്ങൾ വീഡിയോ കാണുന്നില്ല എന്നുള്ളത് നല്ല കാര്യം. യു ഡോണ്ട് നീഡ് ടു വാച്ച്. പിന്നെ എന്താ കുട്ടികളടിക്കും? ഈ 1 വയസ്സായ കുട്ടികളെയാണ് നമ്മൾ അടിക്കുന്നത്. നിങ്ങൾ ഏത് വീഡിയോയിലാണ് കണ്ടത്? കൊച്ചുങ്ങളായിട്ട് നമ്മൾ അടിക്കാറില്ല. ഇതൊക്കെ അവരായിട്ടുള്ള ഇൻറ്ററാക്ഷൻസ് ആണ്. സംടൈംസ് യു പോക്ക് ദം, സംടൈംസ് യു ടീസ് ദം. എത്ര പാരൻസിന് അതിനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് നോക്കി. എനിക്ക് സത്യം പറഞ്ഞാൽ വീട്ടിൽ ഒരുപാട് സമയം ഇവരെ കൂടുതൽ ചിലവഴിക്കാൻ കിട്ടിയിട്ടുണ്ട്. നമ്മളിവിടെ ഗ്രാൻഡ് പാരൻസോ ആരുമില്ല. സോ ഐ സ്പെൻഡ് മോർ ടൈം വിത്ത് ദം. കുറേ അച്ഛന്മാർക്ക് ഇതിനുള്ള അവസരം കിട്ടിയിട്ടില്ല കാര്യം പറഞ്ഞാൽ. അതേ സമയം കുറേ ആളുകൾക്ക് അങ്ങനെ ചെയ്യാൻ, കുട്ടികളായിട്ട് അങ്ങനെ കളിച്ചിരിക്കാനും പറ്റാത്ത ആളുകളുണ്ട്. ആൻഡ് ഐ എം വൺ ഓഫ് ദം ആക്ച്വലി. ലൈക്ക് സ്പെൻഡ് മോർ ടൈം വിത്ത് കിഡ്സ് ആക്ച്വലി. അതിനിപ്പോൾ നമ്മുടെ ഡെയിലി വ്ളോഗും ഒരു ഭാഗമാണ്. അപ്പോൾ അവരെയാണ് നമ്മൾ ടീസ് ചെയ്യും. പിന്നെ ഞാൻ സത്യം പറയട്ടെ, ഞാൻ തൃശ്ശൂർക്കാരനാണ്. നമ്മൾ തൃശ്ശൂർ ജനിച്ചു വളർന്നിട്ടുള്ളതൊക്കെ എപ്പോഴും ഒരു നമ്മുടെ മറ്റേ പുള്ളിയുടെ പേരെന്തായിരുന്നു, ഓട്ടംതുള്ളൽ ചേട്ടൻ കളിയാക്കുന്ന ഒരു ശൈലിയിലാണ് കുട്ടികളെന്നൊക്കെ നോക്കുന്നതും. ഇപ്പം നമ്മൾ വയറം താങ്ങും, അങ്ങനെയാണ് നമ്മൾ. ഈസ് ആർ എ ഗുഡ് തിങ് ഓർ ബാഡ് തിങ് അത് ഒന്നും നമുക്കറിയില്ല. അങ്ങനെയാണ് നമ്മളൊക്കെ വലുതായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പല ടീസിങ്ങുകളും അങ്ങനത്തെ കാര്യങ്ങളും തന്നെ പബ്ലിക്കിൽ നിന്നും നന്നായിട്ട് നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വീട്ടിലെപ്പോഴും വി കീപ് ദം ഇന്ററാക്റ്റീവ് വിത്ത് ഈച്ച് അതർ. അവരും പരസ്പരം ടീസ് ചെയ്യും. അതൊക്കെയാണ് അതിൻ്റെ ഭാഗങ്ങളല്ല. അല്ലാണ്ട് കൊച്ചിന് 1 വയസ്സായ നമ്മുടെ പിള്ളേരെ നമ്മൾ അടിച്ചു എന്നൊക്കെ നിങ്ങൾ പറയുന്നത്, നിങ്ങൾ ആ കമന്റ് ഇറ്റ്സ് വെരി സ്ട്രോങ് കമന്റ്. ഓക്കെ, മൈൻഡ്ഫുൾ അബൌട്ട് വാട്ട് യു ഗൈസ് ആർ സേയിങ്. ലൈക്ക് ഒരു 1 year old ചൈൽഡിനെ നമ്മൾ അടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈവൺ ഒരു പാരന്റ് ഒരു കുഞ്ഞ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു നല്ലതിന് വേണ്ടി അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നല്ല കാര്യമായിട്ട് കാണുന്ന ഒരാളാണ്. ബിക്കോസ് ലേറ്റർ ഇൻ ദ ഫ്യൂച്ചർ ദാറ്റ് വിൽ, ആ ഒരു ഒറ്റ അടി കൊണ്ട് നന്നായിട്ടുള്ള ആയിരക്കണക്കിന് ആൾക്കാരുണ്ടാവും.
abuse and use, it's a totally different thing. A child, a parent is abusing a child, that is a totally different. So try to understand that difference actually. And if you feel we are abusing our own child, then you comment, then I take it. Okay, I hope you understand. And I'm going to tell you, ഞാൻ വീണ്ടും കുക്ക് ചെയ്യാൻ പോവാണ്, ഇവർക്ക് ഫുഡ് ഉണ്ടാക്കാൻ പോവാണ്, വീണ്ടും ക്ലീൻ ചെയ്യാൻ പോവാണ്. If you don't like it, don't watch it. Thank you, ma'am. Now, I just say, it's fun. I like fun. എന്താ കരച്ചിലെന്നറിയോ? അച്ഛമ്മൂനൊരു ഇത്ര നേരം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ലേ? ഓരോ ഉരുള വായലേക്ക് എന്നപ്പോൾ താഴത്തെ സാധനം കണ്ടത് നീ ആണോടാ? ഏറിക്ക് അടിപൊളി കൊണ്ടിട്ട് നോ, ഡോണ്ട് ഡു ദാറ്റ്. വൈ ഈസ് ദാറ്റ്? നിനക്ക് തന്നില്ലേ? നിന്റെ വായലേക്ക് ഒരു ഉരുള കയറിയില്ലേ? ആ ഇറങ്ങി മാഷ്, 3 മാഷം ഇറങ്ങി. നോ, സിറ്റ് ഡൗൺ. അവിടെ ഇരിക്കി. ഗുഡ് ഗേൾ, സിറ്റ് ഡൗൺ. സിറ്റ് ഡൗൺ. അതൊരു കാര്യമുണ്ട്, അത് അവൾക്ക് അറിയാട്ടാ. അവള് അത് നമ്മൾ അവളെ തിരിച്ച് കയറ്റാനായിട്ട് പറയാ. എന്നാ എല്ലാവരും അത് കഴിഞ്ഞാൽ നേരത്തെ കിടന്ന് ഉറങ്ങാൻ പോവാ കേട്ടോ. നിങ്ങളൊക്കെ ഉറങ്ങിക്കോ. ഡാഡയ്ക്ക് അമ്മയ്ക്ക് ഒരു സിനിമ കാണാണ്ടെന്ന് ഇതിനൊരു ഇരിക്കിറങ്ങുന്നുണ്ടോന്നൊക്കെ. കറക്റ്റ് ആലിസമ്മ ചെറുതായിട്ട് ഇതേ നിൽക്കണു. ജോബേട്ടൻ ഇവിടെ ഇരിക്കണു. കണ്ടോ? ജോബേട്ടന് പെട്ടയുണ്ട്, അത് മാത്രമേ ഇവിടെ ഇല്ലാത്തുള്ളൂ. ഇതപ്പാരാ? ഇത് നിന്റെ അച്ഛനാണോ? ചാക്കോച്ചൻ? ആ ചാക്കോ എന്ന പേര്. ഗോൾഡൻ മാരിയ ചാക്കോ. ആ അതാണ് അമ്മയുടെ പേര്, ചാക്കോ. രോഗശോകമൂഖ വീടായി മാറി. From tomorrow onwards, everything going to be best and normal. Back on action. Yeah. I can still feel my sedation. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കള്ളു കുടിച്ച പോലെ. പക്ഷെ നല്ല സുഖമുള്ള ഒരു ഫീലാട്ടോ. നല്ല ഒരു ഉറക്കം വരുന്ന പോലത്തെ ഒരു ഫീലാണ്. എനിക്ക് വേണം നിന്ന് മിക്കവാറും ചെന്ന് കിടന്ന് നല്ല ഉറക്കം കിട്ടാൻ സാധ്യതയുണ്ട്. വയൽ നല്ല കൊതിയാണ്. ആ ഒരു സാൻഡ്വിച്ച് നേരത്തെ കഴിച്ചതല്ലാണ്ട് വേറെ ഒന്നും കഴിച്ചിട്ടില്ല. ഗോൾഡിൽ നാളെ ചിക്കൻ കറി ഉണ്ടാക്കണം. എനിക്ക് പെട്ടെന്ന് ഈ ലൈറ്റ് ചിക്കൻ കറി കണ്ടപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ തോന്നി. വേണാ? പൂരി ഉണ്ടാക്കണാ? ഓക്കെ. ചിക്കൻ കുമ്പളി ഉണ്ടാക്കാൻ നന്നായിട്ട് അറിയണം. ഗോൾഡേ നല്ല സ്കില്ലാണ്. അമ്മാമ്മയൊക്കെ ഉള്ള സമയത്ത് ചിക്കനും കുമ്പളങ്ങയൊക്കെ തറവാട്ടിൽ വയ്ക്കായിരുന്നു. നാടൻ കോഴി. ഈ നാടൻ കോഴിയുടെ നെയ്യ് ഇങ്ങനെ നന്നായിട്ട് കുമ്പളങ്ങയിൽ മിക്സായിട്ട് ഈ തേങ്ങാപ്പാലൊക്കെ വളരെ കുറച്ച്, അന്നതൊക്കെ പിശുക്കാണല്ലോ. പെരുന്നാളിൻ്റെ അന്ന സമയത്തൊക്കെ മാത്രമാണ് ഈ ചാത്തൻ കോഴിനെ കൊന്നിട്ട് ഈ കറി വയ്ക്കുക. ആ ചാറ് കൂട്ടി കഴിച്ച ഓർമ്മയാണുള്ളത്. അന്ന് ചിക്കൻ ഇഷ്ടമല്ല കഴിക്കാൻ. ഇപ്പോൾ ചിക്കനൊക്കെ ആവശ്യത്തിലധികം അവൈലബിൾ ആയപ്പോഴാണ് നമുക്ക് ടേസ്റ്റ് ഇല്ലാണ്ടായത്. അല്ലേ? അത് ബ്യൂട്ടിഫുൾ കറി. അയ്യച്ചിക്ക് തിന്നുന്ന വേണ്ട. ഓ ചേച്ചമ്മൂനെ വലിയ സ്പൂൺ കൊടുത്തേ. നല്ല പണിയൊക്കെ അറിയാലോ. ആരും പഠിപ്പിച്ചു കൊടുക്കണ്ട. ഒന്ന് മൗത്ത് പിങ്ങ അല്ല ഏർമ്മ എന്നാ പിടിച്ചോ. എനിക്കൊരു സ്പൂൺ കാട്ടേ. ആ സാറില്ല, അതിനെടുത്തേനാണ്. അപ്പോൾ ഇവിടുന്ന് കൊണ്ടുപോയാലോ നീ വെച്ചിട്ട് അറാഞ്ച് ചെയ്തിട്ട് പരുന്താണല്ലോ. കുട്ടികളെ കൊണ്ടുപോകണ പരുന്ത്. ആ നീ അവിടെ നിലത്തിരുന്ന് കഴിച്ച. ആ ഹലോ, ഇത് ഇളാങ്കിൽ കുത്തി എടുക്കണ പോലെയാണല്ലോ എടുക്കണേ. എല്ലായിടത്തും കുത്തി ഇളക്കി. ഇവിടെ ഒരു പതലിട്ട് തരാം, അത് നശിപ്പിക്കണ്ട. ആ അല്ല, ഇവർക്ക് മാത്രം, നമുക്കില്ല. നീ പോയി കിടന്നുറങ്ങിക്കോ. കഴിക്കേ. ആ ഏതെങ്കിലും അതിനുണ്ട് വല്ലഭന് പുല്ലും ആയതെന്നാ. ആ ഇപ്പൊ ഉറക്കൊന്നും വരുന്നില്ലേ? അധികം മധുരം ഇട്ടിട്ടില്ല. ഞാൻ വെറും 40 ഗ്രാം പഞ്ചസാര ഇട്ടിട്ടുള്ളൂ അതിൽ കേട്ടാ. പക്ഷെ അങ്ങനെ
അത്ര മധുരമില്ല എന്ന് പറയില്ല അല്ലേ? ഓക്കെ അല്ലേ? മോനുവാ ആ ഒറ്റപ്പല്ല് മാറിയിട്ട് ആ മറ്റേ പല്ല് എങ്ങനെ വരുന്നുണ്ട് അവിടെ നിന്ന്? എനിക്കറിയാൻ പാടില്ല. ആ പല്ല് ഉണ്ടോ നിനക്ക്? ജീവിതകാലം മുഴുവൻ ഒറ്റപ്പല്ല് നിൽക്കുക? ശരി, അയിമക്ക് നോക്കിയിട്ട് ഇങ്ങനെ അഞ്ഞ എന്ന് പറഞ്ഞ ഇങ്ങനെ കേറി വരില്ല. നീ സായിബാബയാ ഇങ്ങനെയല്ല ഇങ്ങനെ വായു കൂടെ പുറത്താൻ? നീ എന്നിട്ട് ചേന മറക്കാണ് ഇവിടെ നിന്ന് എന്തെങ്കിലും കാണിക്കരുത്. ഏസ്മയുടെ വിചാരം ഇവിടെ തട്ടുമ്പോ വായലിക്ക് പോകണ്ടെന്നാ. ഇതൊന്നും ഇത് തിന്നടിക്കണ നേരത്ത് എങ്ങോട്ടും പോണില്ല. അതുകണ്ട ഞങ്ങള് ഇതിന്റെ ഇടയിൽ നമ്മൾ ശ്രദ്ധിച്ചാ ഇവര് എങ്ങോട്ടും പോണില്ല. ഇവര് കറക്റ്റ് ഇവിടെ ഇരിക്കുന്നുണ്ട്. കസാര ഉന്തി ഒന്നുമില്ല. അതെ അവസാനം ഇതെല്ലാം കഴിഞ്ഞിട്ട് തന്തേര പോലെ വിരല് നക്കുന്നുണ്ട്. നല്ല ബുദ്ധിണ്ട്. ഇതൊക്കെ ആ കട്ടി മാറ്റിച്ചേ. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. 2 ദിവസത്തെ വീഡിയോയിൽ നമുക്ക് കുക്കിംഗ് ഉൾപ്പെടുത്താത്തതിൻ്റെ നല്ല സങ്കടം എനിക്കുണ്ട്. ഓക്കെ, അപ്പോൾ സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തോളം കാണാം. അതായിരിക്കും ബൈ ഫോർ നോ, ബൈ ബൈ.